ക്രിസ്തയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സമാധാനവും ശാന്തതയും ആഗ്രഹിക്കുന്ന നോമ്പിന്റെ നാളുകളിൽ USA, ഇസ്രയേൽ, ഇറാൻ യുദ്ധമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ അനന്തരഫലം എന്താണെന്ന് നിശ്ചയമില്ല. ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട് യുദ്ധത്തിന്റെ തീവ്രത വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യുദ്ധത്തിന്റെ അവസാനം പറയാൻ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. നോമ്പിന്റെ നാളുകളിൽ ക്ഷമയുടെ, വിനയപ്പെടലിന്റെ, താഴ്മയുടെ ഒരു സമീപനം ഉണ്ടാകാനും യുദ്ധം അവസാനിപ്പിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. തിടുക്കത്തിന്റെ വിപരീതമാണ് ക്ഷമ. ചിന്തിക്കാൻ സമയം കൊടുക്കുന്ന, ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ക്ഷമ. പ്രകൃതിയിലേക്ക് നാം നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയതമായ ഒരു സമയമുണ്ട്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കൃഷികൾ ചെയ്യുന്നതിനും അതിൻ്റെതായ ഒരു സമയക്രമമുണ്ട്. ഒരു തൈ നട്ടാൽ അത് വളർന്ന് ഫലം കായ്ക്കുവാൻ അതിൻ്റെതായ ഒരു സമയക്രമം ഉണ്ട്. ഈ നന്മ കിട്ടണമെങ്കിൽ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. വിശുദ്ധ മർക്കോസിന്റെ 2-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു നൽകുന്ന ക്ഷമയുടെ, സാവധാനത്തിന്റെയും മാതൃക നമുക്ക് കാണാം. ക്ഷമയിലൂടെ കിട്ടുന്ന ഒരു സൗഖ്യം ഒരു പക്ഷപാതക്കാരനും ലഭിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ക്ഷമ അഥവാ കാത്തിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ സൗഖ്യം ലഭിക്കുകയുള്ളൂ. നോമ്പിന്റെ നാളുകൾ ക്ഷമയോടെ, ശാന്തതയോടെ, പ്രാർത്ഥനയോടെ ഇരിക്കാനുള്ള സമയമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഉപമ കേൾവിക്കാരിൽ അത്ഭുതവും പ്രധാന കഥാപാത്രത്തോടെ ഒരളവിൽ അമർഷവും ഉളവാക്കുന്നതുമാണ്. കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന പത്രോസിന്റെ ചോദ്യമാണ് ഈ ഉപമയുടെ പശ്ചാത്തലം. ഈ ചോദ്യത്തിന് മറുപടിയാണ് കർത്താവ് പറയുന്ന ഉപമ. 10,000 താലന്ത് കടപ്പെട്ട ഒരു ദാസൻ ഇളവ് നൽകി വിട്ടയച്ചു. എന്നാൽ ആ ദാസൻ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുകാരനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ഇളച്ചു കിട്ടിയതുകൂടി രാജാവ് ഇല്ലാതാക്കുന്ന കാഴ്ച നമ്മൾ അവിടെ കാണുന്നു. ഈ ഉപമ പ്രായോഗികമായ ചില സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷമിക്കാത്തവന് ക്ഷമ ലഭിക്കില്ല എന്ന് മാത്രമല്ല, ക്ഷമിച്ചു കിട്ടിയതും ഇല്ലാതെയാകും. ക്ഷമിക്കുന്നവന് മാത്രമേ ക്ഷമ ലഭിക്കുകയുള്ളൂ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. മർക്കോസ് 6:12 പറയുന്നു. ക്ഷമിക്കാത്തവർ തനിക്ക് തന്നെ ദോഷം വരുത്തും. ഏറ്റവും വലിയ ക്രിസ്തീയ സാക്ഷ്യമാണ് ക്ഷമ. ക്ഷമ ശത്രുവിനെ മിത്രമാക്കുന്നു. നോമ്പിന്റെ നാളുകൾ നമ്മൾ ക്ഷമയുള്ളവരായി ഇരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.